കണ്ണൂർ മലപ്പട്ടം കൂന്തലയിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്ത് കോൺഗ്രസ്. റിട്ടേണിംഗ് ഓഫീസറെ മാറ്റണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുന്നു. റഹീസ്, വിശദാംശങ്ങൾ. മലപ്പട്ടത്തെ UDFന്റെ സ്ഥാനാർത്ഥി, അത് 12ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി നിത്യശ്രീയുടെ പത്രിക ഇന്ന് തള്ളിയിരുന്നു. അവിടെ എതിരില്ലാതെ CPM സ്ഥാനാർത്ഥി ജയിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. അപ്പോൾ അവിടെ ഒപ്പിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാണ് ഈ പത്രിക റിട്ടേണിംഗ് ഓഫീസർ തള്ളിയത്. അപ്പോൾ അത് CPMന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പത്രിക തള്ളിയതെന്ന് നേരത്തെ ഈ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ DCC പ്രസിഡന്റും വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. CPMന്റെ സമ്മർദ്ദപ്രകാരം പത്രിക തള്ളി. തന്റെ ഒപ്പ് അത് റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ വെച്ചാണ് താൻ ഒപ്പിട്ടത്. ഒപ്പം തന്നെ തന്റെ ഒപ്പ് തന്നെയാണെന്ന് ഹിയറിംഗിനെത്തി താൻ അറിയിക്കുകയും ചെയ്തതാണ്. സൂക്ഷ്മ പരിശോധനയ്ക്കിടയിൽ ഇത് തന്റെ ഒപ്പാണ് എന്ന് സ്ഥാനാർത്ഥി തന്നെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ടും റിട്ടേണിംഗ് ഓഫീസർ കേട്ടില്ല എന്നുള്ള വാദമാണ് കോൺഗ്രസും UDFും ഒക്കെ ഉയർത്തുന്നത്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. DCC പ്രസിഡന്റ് നൽകിയ പരാതിയിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ പത്രിക തള്ളുന്ന സ്ഥിതിയും CPMന് ഒത്താശ ചെയ്യുന്ന പണിയുമാണ് ഈ റിട്ടേണിംഗ് ഓഫീസർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പത്രിക അംഗീകരിപ്പിക്കാനുള്ള നിയമവശം കൂടി ഇപ്പോൾ UDF തിരയുന്നുണ്ട്. അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് DCC പ്രസിഡന്റ് പറയുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.